യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തില് 63-ാം തിരുവചനം വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട് എന്ന് പറയുമ്പോൾ ആ വചനം വിട്ടുപോകുന്ന വ്യക്തി ജീവൻ വിട്ടാണ് പോകുന്നത് എന്ന് അവിടെ സൂചന വരികയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ നടത്തുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 40-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 1-ാമത്തെ യാചനയെ കുറിച്ച് നമ്മൾ കണ്ടു ആഴപ്പെട്ട് നീങ്ങുകയാണല്ലോ. അങ്ങയുടെ നാമം പൂജിതമാകണം. എവിടെ? എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വ്യക്തിത്വം, ദൈവം ആരാണ്, പിതാവ് ആരാണ് നമ്മൾ അറിയണം. ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്ന പിതാവ് ചിത്രം നമ്മൾ ഒന്നായിട്ട് ആഴപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാം വാക്യം നമ്മൾ ആവർത്തിച്ച് കണ്ടു. എന്റെ വചനം കേൾക്കുന്നത് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ വിധിക്കുന്നില്ല എന്ന് പറയുന്ന ഈശോ. എന്നാൽ ഒരു ശിക്ഷാവിധി ഇല്ലേ? എത്ര പാപം ചെയ്താലും എത്ര ആപത്ത് ചെയ്താലും തെറ്റിപ്പോയി എന്ന് പറയുന്ന ദൈവം ക്ഷമിച്ച് കൊണ്ടുപോകുന്ന ശിക്ഷാവിധിയെ ഇല്ലേ? ആ ഒരു വശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ തിരുവചനത്തില് നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവരെ വിധിക്കും. നിങ്ങൾ ബൈബിൾ എടുത്ത് ഈ ഒരു വചനഭാഗം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 47 കഴിഞ്ഞ് നമ്മൾ കണ്ടു 48. ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറയുന്ന വാക്ക് കേൾക്കുന്നവൻ അത് പാലിക്കുന്നില്ല, എന്നെ സ്വീകരിക്കുന്നില്ല, നിരസിക്കുന്നു, തിരസ്കരിക്കുന്നു. ഒരു വിധികർത്താവുണ്ട്. താനല്ലെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടു. പിന്നെ ആരായിരിക്കും വിധികർത്താവ്? ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവരെ വിധിക്കും. വചനം എങ്ങനെയാണ് വിധിക്കുന്നത്? ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? താഴേക്ക് വായിച്ചു നോക്കാൻ അർത്ഥം മനസ്സിലാവുമെന്ന് അറിയാമല്ലോ. 49-50 വാക്യങ്ങൾ. എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, ഞാൻ എന്തു പറയണമെന്ന് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണ് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ച പോലെ തന്നെയാണ്. നമുക്ക് പിടികിട്ടുന്നില്ല എങ്ങനെയാണ് അന്ത്യദിനത്തിൽ വചനം, ഈശോ പറഞ്ഞ വചനം തന്നെ വിധിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു സൂചന ഇവിടെ നമുക്ക് കിട്ടുന്നില്ല ഒറ്റ വായനയ്ക്ക്. പക്ഷെ വചനത്തെ കുറിച്ച് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, വചനങ്ങൾ ഉരുവിട്ടത് പറഞ്ഞത്. ഞാൻ എന്തു പറയണം, എന്ത് പഠിപ്പിക്കണം എന്ന് പിതാവ് തന്നെ കൽപ്പന തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്താ? പിതാവിന്റെ കൽപ്പന, ഈശോ ചെയ്ത വചനം നിത്യജീവൻ ഉള്ളതാണ്. അപ്പൊ എന്താ എന്റെ സൂചന? യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തില് 63-ാം തിരുവചനം വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട് എന്ന് പറയുമ്പോൾ ആ വചനം വിട്ടുപോകുന്ന വ്യക്തി ജീവൻ വിട്ടാണ് പോകുന്നത് എന്ന് അവിടെ സൂചന വരികയാണ്. ജീവൻ വിട്ടുപോകുന്നു, ജീവൻ ഇല്ലാത്തടത്തോട്ട് പോകുന്നു. ഒരു ഉദാഹരണം പറയാം. PWDക്കാര് റോഡ് വെട്ടുന്നു. ഒരു മലയുടെ അടിയിലൂടെ നീണ്ട ഒരു തുരങ്കം തുളച്ച് കയറി അങ്ങനെ അതിലൂടെ റോഡ് കൊണ്ടുപോകാന്ന് വിചാരിക്കുക. കിലോമീറ്ററുകൾ ദൂരമുണ്ട് തുരങ്കത്തിന്. അങ്ങനെ കുറെ കിലോമീറ്റർ ഉള്ള തുരങ്കം കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം, കുറെ അകത്തോട്ട് ചെല്ലുമ്പം അവിടെ ശുദ്ധവായു ഇല്ല. അപ്പൊ അവിടെ ശുദ്ധവായു കൃത്രിമമായിട്ട് മോട്ടറൊക്കെ വെച്ച് പമ്പ് ചെയ്ത് ഡക്റ്റുകളിലൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിന് ഔട്ട്ലെറ്റ് പോയിന്റ് കൊടുത്തുകൊണ്ടാണ് ആ തുരങ്കത്തിൽ മുഴുവൻ ശുദ്ധവായു ലഭ്യമാക്കുന്നത്. നമുക്കറിയാം, ആടുമുള കിണറൊക്കെ തേകാനായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ട് ചിലപ്പോഴൊക്കെ പത്രങ്ങൾ വാർത്തകൾ വായിക്കാറില്ലേ, കിണറ് തേകാൻ ഇറങ്ങിയ ആൾക്കാർ കുഴഞ്ഞു വീട് മരിച്ചു. ആടുമുള കിണറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ശുദ്ധവായു ലഭ്യത കുറയും. എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അവിടെ ചില വിഷവാതകങ്ങൾ കണ്ടെന്ന് വരും. അതുകൊണ്ട് പ്രൊഫഷണലായിട്ട് കിണറ് തേകുന്ന വ്യക്തികൾ ആടുമുള കിണറ്റിലേക്ക് ഇറങ്ങുമ്പോൾ മൂള് നല്ലവർ തുറന്നു വെക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ ഫാനുകളും കൂടെ ഉപയോഗിച്ച് വായു അടിയിലേക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കും, എന്നിട്ട് ഇറങ്ങുള്ളൂ. നമ്മൾ പറഞ്ഞതായ ഈ തുരങ്കത്തിന്റെ ഉദാഹരണം വിചാരിക്കുക. അങ്ങനെ ഒരു തുരങ്കത്തിലൂടെ ഇങ്ങനെ ആൾക്കാർ കാണാൻ വേണ്ടിയൊക്കെ വരുന്നു. പക്ഷെ തുരങ്കത്തിന്റെ പണി നടക്കുമ്പോൾ മെയിൻ തുരങ്കത്തിൽ നിന്ന് സൈഡിലേക്ക് വേറെ തുരങ്കങ്ങൾ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വരും. ആ തുരങ്കങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നവർ അങ്ങോട്ട് ശുദ്ധവായുവിന് സപ്ലൈ വെച്ചിട്ടില്ല, ആയിട്ടില്ല. അതുകൊണ്ട് അവിടെയൊക്കെ അങ്ങനെയുള്ളതിനടുത്ത് വാതക്കല്
ബോർഡ് വെച്ചിട്ടുണ്ട്, പ്രവേശനമില്ല, അപകടം പ്രവേശിക്കരുത്. ഒരു സെക്യൂരിറ്റിയെ വെച്ചിരിക്കാന്ന് വിചാരിച്ചു. കുറച്ച് പിള്ളേർ ഇങ്ങനെ കാഴ്ച കണ്ട് തുരങ്കം കണ്ട് ആഘോഷിച്ച് കയറുന്നു വരുമ്പോൾ ഉണ്ട് അവർ നോക്കിയപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ പുതിയ തുരങ്കം വേറെ, അതിനകത്ത് കൂടെ ഇരുട്ടാണ്. അവിടെ നിന്ന് കയറി നോക്കിയാലും ഒരു രസം, ഒരു സാഹസം. അപ്പോൾ ഈ പിള്ളേർ അങ്ങോട്ട് കയറാൻ തുടങ്ങുന്നത് കണ്ടപ്പോഴേക്കും ബോർഡ് ഉണ്ട് അവിടെ, അവർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ സെക്യൂരിറ്റിക്കാരൻ പറയും തടഞ്ഞു, മക്കളെ അങ്ങോട്ട് പോകുന്നത് അപകടം, അവരെ പോയേക്കരുത്, നേരെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് അവർ നേരെ വിട്ടു. പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് പിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോഴും സെക്യൂരിറ്റിക്കാരൻ അങ്ങേവസ്ഥയ്ക്ക് മാറി വേറെ ആരോടെ എന്ന് പറയാൻ പോയപ്പോ ഈ പിള്ളേര് സെക്യൂരിറ്റിക്കാരനെ കണ്ണു വെട്ടിച്ചിട്ട് തിരിച്ചു വന്ന് ഓടി ഈ തുരങ്കത്തിനകത്തോട് കയറി. ഏത് ശുദ്ധവായു ഇല്ലാത്ത പണി നിറഞ്ഞ തുരങ്കം, അതിൽ കയറി ഓടി. ഇപ്പൊ സ്വരം കേട്ടുകൊണ്ട് സെക്യൂരിറ്റിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോ പിള്ളേരെ കണ്ടില്ല. സംശയം എന്ന് അവരിങ്ങോട്ട് കയറിയോ വാതക്കലേക്ക് വന്ന് അകത്തോട്ട് നോക്കി. പക്ഷെ അവിടുത്തെ ഇരുട്ടാതെ കാണത്തില്ല. അപ്പൊ സെക്യൂരിറ്റിക്കാരൻ വിളിച്ചു പറഞ്ഞു, മക്കളെ ആരെങ്കിലും കൊണ്ട് കയറി പോയോ? പോയി അങ്ങോട്ട് പോകരുത്, തിരിച്ചു വേഗം പറഞ്ഞു, അപകടം അപകടം. ഈ സ്വരം കേട്ടപ്പോഴത്തേക്ക് അകത്ത് കയറിയൊരു പിന്നെ അകത്ത് ഓടി വിചാരിച്ചു. മൊബൈൽ ഫോണിൽ വിളിച്ചോണ്ട് പോയിട്ട് അകത്തേക്ക് ഓടി. സെക്യൂരിറ്റിക്കാരന് തീർച്ചയായില്ല, അങ്ങനെയൊക്കെ സംശയിച്ചിരിക്കുകയാണ്. അകത്തോട്ട് കയറിപ്പോയ ഈ പിള്ളേരുടെ അനുഭവം എന്താണ്? കുറെ കയറി ചെന്നപ്പോൾ ആവേശമാണ്, രസമാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താ? ശുദ്ധവായു ഇല്ല. മുഴുവൻ കണ്ണ് ഇരുട്ട് കയറാൻ തുടങ്ങി, തലയ്ക്ക് മന്ദിപ്പ് വരാൻ തുടങ്ങി, വേപ്പിൽ വരാൻ തുടങ്ങി. ഒരാളിത് വെച്ച് വീണു. സ്വരം കേട്ട് ചുരുക്കറ്റുകാരൻ വീണ്ടും പിടിച്ച് പറയാണ്, മക്കളെ അകത്ത് കയറി പോയോ? വേഗം തിരിച്ചു വാ, പോവല്ല, അകത്തുണ്ടോ നിങ്ങൾ, വേഗം തിരിച്ചു വാ. അത് കേട്ടപ്പോൾ ഇവർ വീണ്ടും അകത്തോട്ട് ഓടി വിചാരിച്ചു. അങ്ങനെ പോയി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ശുദ്ധവായു, ഓക്സിജൻ അവിടെ ഇല്ല. അവർ കുഴഞ്ഞു വീഴും. ശുദ്ധവായു ഇല്ലെന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ ചില പാറയുടെ വിള്ളലുകളിലൂടെ ചില വിഷവാതകങ്ങളും അവിടെ പ്രസരിച്ചെന്ന് വരാം. അപ്പോൾ ഈ കാര്യം ഇരട്ടി അപകടമായി. അവരുടെ കുഴഞ്ഞു വീണ്ടും മരിക്കും. ഇതാണ് ഈ ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പരിശുദ്ധാത്മാവും ദൈവിക ജീവനുമാണ്. തമ്പുരാന്റെ വചനത്തിന്റെ വഴിയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് ദൈവിക ജീവന ശുദ്ധമായി എപ്പോഴും കിട്ടും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ ശക്തിയും കിട്ടും. തമ്പുരാന്റെ വചനത്തിന്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ വ്യതിചലിച്ച് ആരെങ്കിലും പോയാൽ ശുദ്ധവായു ദൈവിക ജീവൻ വിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഴയാൻ തുടങ്ങും. എന്ന് മാത്രമല്ല, അങ്ങനെ പോകുന്നിടത്ത് സാത്താന്റെ വിഷവാതകമുണ്ട്, വിഷവായുവുണ്ട്. അതുകൂടെ കിട്ടിക്കഴിയുമ്പോഴേക്കും നാശം, മരണം ഉറപ്പാണ്. അതാണ് പ്രതീക്ഷിച്ച ആദത്തോട് അവർ തമ്പുരാൻ പറഞ്ഞു, ഈ മരത്തിന്റെ പഴം തിന്നരുത്, തൻ്റെ വചനത്തിന്റെ വഴി വിട്ടു പോകരുത്. അങ്ങനെ വഴി വിട്ടു പോയാൽ നിങ്ങൾ മരിക്കും. ആത്മീയമായ മരണമാണ് ഉദ്ദേശിക്കുന്നത്, മരിക്കും. അപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ വചനം കേൾക്കുന്നവൻ അത് പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. ഈ സെക്യൂരിറ്റിക്കാരൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അങ്ങോട്ട് കയറി പോകരുത്. ഇവർ കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയ പിള്ളേർ അവിടെ കുഴഞ്ഞു വീണു, തല കറങ്ങുന്നു, മരിക്കുന്നു. സെക്യൂരിറ്റിക്കാരൻ അവരെ കൊല്ലിക്കുന്നതാണോ? അല്ല, സെക്യൂരിറ്റിക്കാരൻ കൊല്ലിക്കുന്നില്ല ആരെയും. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റിക്കാരൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പറയുകയും ചെയ്യുക. എന്നിട്ട് തെറ്റിച്ചു പോകുന്ന വ്യക്തികൾ സ്വയം ശിക്ഷാവിധി വിളിച്ചു വരുത്തുക, മരണത്തിലേക്ക് പോവുകയാണ്. അതാ ഈശോ പറയുന്നത്, ഞാൻ പറഞ്ഞ വചനം തന്നെ വിധിക്കും, അന്ത്യതലത്തിൽ ഇത് വെളിവാകും ആരൊക്കെയാണ് എൻ്റെ ദൈവജീവന്റെ വഴി വിട്ട് വേറെ വഴിക്ക് പോയത്, അപകടപ്പെട്ടത് എന്നുള്ളത്. ഇതേക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. 3-ാം അധ്യായത്തില് 17-ാം തിരുവചനത്തില് നമ്മൾ വായിക്കുകയാണ്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ, രക്ഷിക്കാനാണ്. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നമ്മൾ സൂചിപ്പിച്ചാണല്ലോ, രക്ഷകനാകുന്ന വ്യക്തി വിധിക്കുകയില്ല. എന്നാൽ അവന് വിശ്വസിക്കുന്നവരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനെ അത് വിശ്വസിക്കാതിരിക്കും പോലെ നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. അപ്പൊ ശിക്ഷാവിധിക്ക് വീണ്ടും ഈശോ പറയാനുണ്ട് ഇവിടെ. എന്താ ശിക്ഷാവിധി? വായിച്ചു നോക്കാം. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യ പ്രകാശത്തിന് അധികം അന്ധകാരത്തെ സഹിച്ചു. അവിടെ പ്രവർത്തിക്കുന്ന തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്ന പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നതിന് വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നത് വെളിപ്പെടുന്നു. ഇതാണ് ശിക്ഷാവിധി എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ശിക്ഷ കൃത്യം എണ്ണി പറയാൻ പോവാണ് ഈശോ. പക്ഷെ ഒന്നും പറയുന്നില്ല. പ്രകാശം വന്നിട്ട് പ്രകാശത്തെക്കാൾ അന്ധകാരത്തെ സ്നേഹിച്ചു. അവിടെ തിന്മ നിറഞ്ഞതായിരുന്നു. നമുക്കല്ല മനസ്സിലായോ? തോന്നുന്നില്ല അല്ലെ? ഒരു ഉദാഹരണം പറയാം. ഒരു നാട്ടുപ്രദേശത്ത് ഭയങ്കരമായ ഈ കള്ളുകുടിയന്മാരുടെയും ചീട്ടുകളിക്കാരുടെയും ആവാസന്മാരുടെയും ബഹളം, ശല്യം രാത്രിയിൽ. അപ്പൊ നാട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ബഹളം, മോഷണം, ബഹളങ്ങളും വഴക്കുമ കാണുകളും ഒത്തിരി പരാതികൾ പോലീസിന് കിട്ടിയതുകൊണ്ട് പോലീസുകാർ ആ പ്രദേശത്ത് രാത്രി പട്രോളിങ് കൂട്ടിയെന്ന് വിചാരിച്ചു. എന്നിട്ടും രാത്രി 11 കഴിഞ്ഞ കുറെ അലമ്പന്മാരിരുന്നുകൊണ്ട് ഇങ്ങനെ ഒളിച്ചിരുന്നുകൊണ്ട് ചീട്ട് കളിക്കുന്നു, കള്ളു കുടിക്കുന്നു, അലമ്പുണ്ടാക്കുന്നു. അപ്പോഴത്തെ പട്രോളിംഗ് പോലീസിന്റെ വണ്ടി വരുന്നു റോഡിലൂടെ. അപ്പൊ റോഡിനടുത്തുള്ള പള്ളക്കകത്ത് അവരിയ്ക്കുന്നത്.
ഒച്ച കേട്ടപ്പോൾ വെളിച്ചം കണ്ടപ്പോൾ ഒരു തലപൊക്കി നോക്കിയപ്പോൾ പോലീസ് വണ്ടിയാണ്. ഇവർ ഉടനെ എല്ലാം വാരി കൂട്ടിയെടുത്തോണ്ട് ഒറ്റ ഓട്ടം ചാട്ടം അങ്ങോട്ട് ആ റോഡിന്റെ അവിടെ ഒരു കലിങ് കൊണ്ട് ആ കലിങ്ങിന്റെ കീഴെ പോയി കയറി പമ്മി നിൽക്കുക. ഈ വണ്ടി കടന്നു പോകാൻ വേണ്ടിയിട്ട് പൊക്കം കുറഞ്ഞ താന്ന ഒരു കലങ്ങെന്ന് വിചാരിക്കുക. അടി മുഴുവൻ ചെളിയും തുറക്കുന്നതും അഴുക്കും പഴുതാരയും പാറ്റയും പാമ്പും എല്ലാം ഉണ്ട്. പക്ഷേ അത് കുഞ്ഞ് തക്കാലത്തേക്ക് നിൽക്കുക പോലീസ് വണ്ടി പോകാൻ വേണ്ടി. പക്ഷെ പോലീസ് വണ്ടി ഈ കലിങ്ങിന് മുകളിൽ ഒന്നും വിചാരിക്കുക അവിടെ നിർത്തി ഒതുക്കിയിട്ട് ഈ പോലീസുകാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കലങ്കയിരുന്ന് വാച പഠിക്കാൻ തുടങ്ങി. അവർക്ക് ധൃതിയൊന്നും ഇല്ലാത്തൊരു മുഴുവൻ കിടക്കല്ലേ. അവരവിടെ ഇരുന്നൊരു വാച പഠിക്കുന്നു. 5 മിനിറ്റ് 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ്. കാര്യം മനസ്സിലായോ? അടിയിലുള്ളൊരു അവസ്ഥ എന്താ? കാലിൽ കൂടെ പാറ്റ കയറുന്നു, പഴുതാര കയറുന്നു, മൂക്കിലോട്ട് കയറുന്നു, തുറക്കുന്ന കാണും നിൽക്കാൻ പറ്റുന്നത്, തുമ്മാൻ വരുന്നു, മൂക്ക് പൊത്തി പിടിക്കുന്നു, നിവരത്തില്ല, കുനിയത്തില്ല, ഇരിക്കത്തില്ല, ഇങ്ങനെ വിഷമിക്കുകയാണ്. അവർ പറയും ഇവന്മാര് കാരണം കഷ്ടപ്പെടുക. ആര്? പോലീസുകാർ കാരണം ആണോ? കാര്യം മനസ്സിലായല്ലോ. തങ്ങളുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായതുകൊണ്ട് പ്രകാശം വന്നപ്പോൾ അവർ പ്രകാശത്തെ വെറുത്ത് വിശുദ്ധരിക്ക് വരുന്നില്ല. അത് തങ്ങളുടെ പ്രവൃത്തി തിന്മയുള്ളത് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അന്ധകാരത്തെ സ്നേഹിച്ചു. ഇതാണ് ശിക്ഷാവിധി. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം, വചനത്തിന്റെ ജീവൻ അതിനകത്ത് മാറി തിന്മയിലേക്ക് പോകുന്ന വ്യക്തി ഇങ്ങനെ തന്നെ ചെന്നുപെടുകയാണ്. അത് സ്വയം വരുത്തി വെക്കുന്ന അവസ്ഥയാണെന്ന് ഈശോ പഠിപ്പിക്കുന്നു. സുഹൃത്തുപത്രം പന്നിക്കുട്ടി കിടന്ന് പഞ്ഞം കിടക്കുന്ന കഷ്ടപ്പെടുന്ന പന്നിയുടെ നാറ്റം തട്ട മുട്ട മേടിച്ച് വിഷമിക്കുക. ഇത് അപ്പൻ സൃഷ്ടിക്കുന്നതാണോ? അല്ല. അപ്പൻ്റെ വീട് വിട്ടുപോയവൻ സ്വയം വരുത്തി വെക്കുന്നത് ദുരന്തമാണ്. ഇതാണ് ശിക്ഷാവിധി. അല്ല, ദൈവം ഒരിക്കലും തൻ്റെ ഒരു മകനെയും മകളെയും പന്നിക്കുട്ടിലേക്ക് വിടുകയല്ല, നരകത്തിലേക്ക് വിടുകയല്ല, കഷ്ടപ്പെടാനായിട്ട് വിടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്വർഗസ്ഥനായ പിതാവിനെ അറിഞ്ഞ് നിറഞ്ഞ സ്നേഹം കൊണ്ട് നിറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജിതമായ ബഹുമാന്യമായ നാമമാണെന്ന് അറിഞ്ഞു പറഞ്ഞു വിളിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.